അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് സംസാരം തുടങ്ങി. ഇതെന്ത് ചെയ്യും, എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, നമുക്കൊരു സൊല്യൂഷൻ വേണമല്ലോ, ഇതിലിപ്പോൾ നമ്മൾ പെട്ടുപോയി. അങ്ങനെ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സംസാരം വന്നാണ് അതൊരു ഭാവിയെ പ്രണയമായി മാറിയത്. ഇതെന്താണെന്ന് അറിയാമോ? ഇവൻ കൂര വെക്കാൻ പോയി, പെണ്ണുമ്പുള ഉണ്ടായിട്ട് മറ്റേ പെണ്ണിനോട് ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടായ ഒരു പ്രത്യേകതരം ഇൻഫാക്റ്റുവേഷൻ അല്ല, പ്രണയം, തീവ്ര പ്രണയം. ഷാജഹാനും മുംതാസിനോടുണ്ടായ അതിമനോഹരമായ തീവ്ര പ്രണയത്തിൽ പുള്ളിക്കാരൻ അവിടെ പോയി വെടിവെച്ചത് നാട്ടുകാർ കയ്യോടാ പോക്കി. അങ്ങനെയാണ് ഇത് പബ്ലിക് ആകുന്നത്. അങ്ങനെ പബ്ലിക് ആയപ്പോ വേറെ നിവൃത്തിയില്ലാണ്ട് സ്വീകരിക്കേണ്ടി വന്നു എന്നാ പറയുന്നത്. കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് കച്ച് കെട്ടിയിരിക്കുന്ന ആണിനോടായാലും പെണ്ണിനോടായാലും എനിക്ക് പറയാനുള്ളത്, നിനക്കൊന്ന് നിൽക്കാൻ വയ്യെങ്കിൽ പോയി മുള്ളുമുരുക്കി കയറുക, അല്ലാതെ പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുകയല്ല വേണ്ടത്. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒന്നിനെ തന്നെ കൊണ്ടു നടക്കാൻ പാടുപെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ രണ്ടെണ്ണത്തിന് മേയിച്ചുകൊണ്ട് നടക്കുന്നതിന്റെ പഹയാ എന്നാണ് ഈ ഹംസയുടെ പല വീഡിയോസിലും വരുന്ന കമന്റ്സുകൾ. ഹംസയുടെ ആദ്യ വൈഫ് അനീസ, സെക്കൻഡ് വൈഫ് നൈസ. എന്തായാലും രണ്ട് കുട്ടികളും വൈഫും ഒക്കെ ഉള്ളപ്പോൾ ഒരു അന്യജാതിക്കാരിയെ വിളിച്ചുകൊണ്ടുവന്ന് കല്യാണം കഴിക്കാനൊക്കെ ഒരു മനസ്സ് ഉണ്ടായ ആ ഒരു ഹംസായ്ക്ക് ചെറിയൊരു ഉളുപ്പ്, നാണം, ഒരു ആത്മാർത്ഥത, യാതൊരു സംഗതി ഇല്ലാത്തൊരു മനുഷ്യനാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായേക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ പോകത്തില്ലല്ലോ. രണ്ട് കുഞ്ഞുങ്ങളെയും ഒരു പെണ്ണുമ്പിള്ളയും ഒക്കെ ഉള്ള ആള് ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുമെന്ന് സ്നേഹമുള്ള ഒരു ഹസ്ബൻഡുമാരും പോകുന്നൊരു പ്രവൃത്തി അല്ല ചെയ്യുന്നത്. എന്താ കഥയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എവിടെ ഒരു ടൂറിന് പോവുകയാണ്, ഫാമിലി അന്ന് കൂടെ വന്നിട്ടില്ല. ഇവര് മൂന്നുപേരും ഒരിടത്ത് വർക്ക് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതിനെ പറ്റിയൊന്നും എനിക്ക് അറിയത്തില്ല. വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് രണ്ടാമത്തോളം കണ്ടുപിടിക്കുന്നത്. അവിടെ വെച്ച് ഇവര് ഒരു ബൈക്കിൽ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു. ബൈക്കിൽ യാത്ര ചെയ്തപ്പോൾ അവൻ ബ്രേക്ക് പിടിച്ചപ്പോൾ ഇവളുടെ മിൽമ വന്ന് അവന്റെ മുതുകിൽ തട്ടി. അതിൽ അവന്റെ വികാരം ഉണർന്നു. ആ വികാരം അവർ ശാന്തപ്പെടുത്തി. ആ ശാന്തപ്പെടുത്തിയതിനെ നാട്ടുകാർ കൈയോടെ പൊക്കി. അതാണ് സംഭവിച്ചിട്ടുണ്ടാവുക. ഒന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ ആക്ച്വലി ഒന്നിച്ച് വർക്ക് ചെയ്തായിരുന്നു, ഒന്നിച്ച് വർക്ക് ചെയ്തത്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഇതേ ട്രിപ്പ് പോയിരിക്കുവാണ്. ഈ ഒക്ടോബർ നമ്മൾ ട്രിപ്പ് പോയായിരുന്നു ഓഫീസിൽ എല്ലാവരും കൂടെ ചേർന്ന്, ഒരു ബസ്സിലാണ് പോയത്. അന്ന് നമ്മൾ ട്രിപ്പ് പോയിട്ടൊക്കെ വന്നു. അപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഞങ്ങളൊരു 9 പേരാണ് ബൈക്കിലൊരു ട്രിപ്പ് പോയി. അന്ന് 10 പേരാണ് ആക്ച്വലി പോകാൻ വേണ്ടി ഇരുന്നത്. അപ്പൊ എന്റെ കൂടെ വരേണ്ട ആള് വേറെ ആയിരുന്നു, ഒരു ഫ്രണ്ട് ബോയ് ആയിരുന്നു. ആള് വന്നില്ല. അപ്പം പകരം എന്റെ ബൈക്കിൽ ബാക്കിൽ കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് നൈസാക്കാണ്. അന്ന് ഞങ്ങൾ പോയിട്ട് വന്നു. അതിനുശേഷം ഉണ്ടായ എന്തുവാ രാസമാറ്റം പറയാൻ പറ്റില്ല, രാസമാറ്റമല്ല, നമ്മൾ കുറച്ചുപേര് പോയിട്ട് വന്നപ്പോഴത്തേക്കും ആ ഒരു ഫോട്ടോ, ഇപ്പൊ ഞങ്ങള് പോയിട്ട് വന്ന് അപ്പൊ ആ കുറച്ച് ഫോട്ടോ കണ്ടിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ കുറച്ച് പേര് കമന്റ് ചെയ്യാൻ തുടങ്ങി ആ വാട്സപ്പ് ഗ്രൂപ്പില്. അങ്ങനെയാണ് അനി ചോദിക്കുന്നത്, എന്തായിരിക്കും ഇവർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ അവിടെ നിന്നാണ് ഇതിന്റെ സത്യം പറഞ്ഞ ഉറവിടം. അങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നെ അത് സംസാരമായി. അപ്പം ആളെന്നോട് ചൂടാണ്, എന്താണ് എനിക്കിത്, ഇപ്പൊ എല്ലാരും എന്നോട് ഇതാവുന്നല്ലോ, ഞാനിതിന് എന്ത് ചെയ്ത് എനിക്കിത് മാറ്റണ്ടേ. അപ്പൊ പയ്യെ സ്വാഭാവികമായിട്ട് പെൺപിള്ളേരല്ലേ, അവർക്കും സാധാരണയായിട്ട് ഉണ്ടാവുന്ന ഒരു എന്തുവാ ആ ഒരു സംശയം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അനിയ അതുവരെ ഏറ്റവും ഫ്രീ ആയിട്ട്. പിന്നെ ഇതിങ്ങ് ഭയങ്കരമായിട്ട് ചർച്ചയായിട്ട് മാറി എന്റെ ഫാമിലിയിലും. അത് കണക്കിന് എന്റെ ഞാൻ താമസിക്കുന്ന ആലപ്പുഴ ടൗണിൽ തന്നെയാണ്. അപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കും എല്ലാം അനിയൊക്കെ ഞങ്ങൾ അത്രയും ബഷീറുടെ പാത പിന്തുടരുകയാണ് ഇവരും. ബഷീർ പറയുന്നുണ്ട് ഇതൊരു റിസ്കി ലൈഫാണ്, ആരും അങ്ങനെ അനുകരിക്കരുത് എന്ന്. പിന്നെ എന്തിനാണ് ഇവരെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് ഇന്റർവ്യൂ എടുക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണും സഹിക്കുന്ന ഒരു കാര്യമല്ല ഈ ചെയ്തത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണും അവളുടെ ഹസ്ബൻഡിന് മറ്റൊരു പെണ്ണിന് പകുത്തു കൊടുക്കാൻ ഒരിക്കലും തയ്യാറാവത്തില്ല. എന്നിട്ട് വന്നിരുന്നെങ്കിൽ ന്യായീകരണം വന്ന് ഇന്റർവ്യൂ വന്നിരുന്നിട്ട് ഇങ്ങനെ അങ്ങ് ന്യായീകരണം. എന്തിനാണ് ഇവരെയൊക്കെ പിടിച്ച് ഇന്റർവ്യൂ ചെയ്യാൻ കൊണ്ടുവരുന്നത്? മറ്റുള്ളവർക്ക് കൂടെ പ്രചോദനം ആവാനോ, 2ഉം 3ഉം കെട്ടിയിട്ട് മാതൃകയാക്കാനോ? അതിനു വേണ്ടിയിട്ടാണോ? ഇതിപ്പോ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. 2 കെട്ടുക, 3 കെട്ടുക, പിന്നെ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ അവരേതാണ്ടില്ല മഹത്വം പറയുന്ന കണക്കാണ് അവരുടെ ലൈഫ് ഇങ്ങനെ പറയുന്നത്. 10 വർഷം സ്നേഹിച്ചിട്ടാണ് പിന്നെ കറക്റ്റ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കാണ്
ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ എക്സൽസി എക്സാമിന് ഏകദേശം ഒരു 10 ദിവസം മുമ്പാണ് ഞങ്ങൾ പ്രണയം കൊണ്ട് പറയുന്നത്. അപ്പൊ തന്നെ സ്വാഭാവികമായിട്ട് ഇത് 21 വർഷം കാണാൻ വേണ്ടി തുടങ്ങിയത് ഒന്നിച്ച്. പിന്നെ അറിയില്ല, നമുക്ക് സ്വാഭാവികമായിട്ട് ശത്രുക്കളും മിത്രങ്ങളും ഉണ്ടാവും, ശത്രുക്കളും ഉണ്ടാവും. നമ്മുടെ കുറച്ചു പേര് നമ്മളെ കാലുവാരി എന്ന് പറയത്തില്ലേ, ഇക്കയുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഇക്കടുത്ത് ഒന്ന് പറഞ്ഞു കൊടുക്കും, എന്റെ അടുത്ത് വന്നിട്ട് അത് മറ്റു രീതി പറഞ്ഞു തരും. അപ്പൊ അവര് എന്നിട്ട് പറയും ഇക്കടുത്ത് അങ്ങനെയാ പറഞ്ഞെന്ന് പറയും. ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയാം, ഇക്ക സത്യം. പക്ഷെ അവർക്ക് തമ്മിൽ ഞങ്ങൾ പിരിക്കണമെന്ന് എനിക്ക് ഉദ്ദേശം എന്താ അറിയത്തില്ല. പറഞ്ഞാൽ മൊത്തം വേറെ. ഞാൻ പറയുന്നില്ല എനിക്ക് ഇക്കടുത്തെന്ന് പറയുന്നത്. അത് ഭയങ്കര കൂട്ടത്തിൽ നിന്ന് ശരിക്കും ഞങ്ങൾ ചതിച്ചു കളഞ്ഞു. അങ്ങനെ ഫാമിലിയിലുള്ള കസിൻസ് ഉണ്ടായിരുന്നു, ഇന്റിമേറ്റ് ഫ്രണ്ട്സും. കാരണം ഇതെല്ലാവരും ഞങ്ങള് ഒരു തിക് ഫ്രണ്ട്സ് ആണ്. കാരണം നമ്മൾ അടുത്തുള്ള എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയാം. അപ്പൊ കുറച്ചുപേര് നമ്മള് ഭയങ്കരമായിട്ട് താഴെ പോകണം, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും സ്പ്ലിറ്റ് ആവണം എന്ന് കുറെ പേര് ആഗ്രഹിച്ചു. അതിനൊരു പെൺകുട്ടി കാരണമായപ്പോ അതെടുത്ത് ഉപയോഗിച്ചു. എന്നോട് പറയുന്നത് സത്യം പറഞ്ഞ ആദ്യ വൈഫിനെ 10 വർഷം പ്രണയിച്ചിട്ടാണ് അവര് വിവാഹം കഴിച്ചത്. ഇപ്പൊ കുറെ വർഷങ്ങളുമായി. എന്നിട്ടും അയാൾ ഇങ്ങനെ പോയപ്പോ ആ പെണ്ണിന്റെ മനസ്സ് എന്തായിരിക്കും? ശരിക്കും എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ആയിരുന്നെങ്കിൽ ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിൽ നല്ലത് ഇയാളുമായിട്ടുള്ള ആ ഒരു ബന്ധമേ വേണ്ടെന്ന് വെച്ചിട്ട് സ്വന്തം കാലിൽ നിൽക്കാനേ നോക്കത്തുള്ളൂ. ഒരിക്കലും ഇയാൾ ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ ഒരു പെണ്ണും തയ്യാറാവത്തില്ല. പിന്നെ ഈ പെണ്ണിന്റെ ഗതികോട് കൊണ്ടായിരിക്കാം അങ്ങനെ ജീവിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പെണ്ണിനും ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല. അത് അയാൾക്ക് സംഭവിക്കുമ്പോൾ മാത്രമേ അയാൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. ഈ വൈഫിന് വേറൊരു ഹസ്ബൻഡോ വേറൊരു റിലേഷനോ ഒക്കെ ഉണ്ടെന്നറിയുമ്പോൾ ഇയാൾക്ക് എന്തായിരിക്കും, ഇയാളുടെ ഒരു സമീപനം എങ്ങനെയായിരിക്കും? അയാൾക്ക് അത് താങ്ങാൻ കഴിയുമോ? അതുപോലെ തന്നെയാണ് മനസ്സ് പെണ്ണുങ്ങൾക്കും. ഒരിക്കലും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ ഒരു പെണ്ണിനെ കൊണ്ട് കഴിയത്തില്ല. പിന്നെ ഈ പെണ്ണ് സഹിക്കുന്നത് ചിലപ്പോ അവരുടെ വീട്ടിലെ സാഹചര്യം കൊണ്ടാവാം. കുറച്ചിട്ട് ഒരു 1.5 മാസത്തിനിടക്കൊരു എന്തോ നമ്മള് മരിച്ചവൾ എന്നാ തന്നെ വിളിച്ചപ്പോ എന്തൊരു പറഞ്ഞു. നമ്മള് ഞാൻ സൂചിച്ച ആ വക്കത്തിൽ 2 പ്രാവശ്യം വന്നത് തന്നെ. അനിയ മാത്രല്ല, ഞാനും 3 പേർക്ക് 3 ഇഷ്യൂസ് ആയിരുന്നു. നമുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ഞാൻ അത്യാവശ്യം ഇവിടെ നമുക്ക് നാട്ടിലെ എല്ലാവർക്കും നല്ല സപ്പോർട്ടും എന്റെ പാരന്റ്സ് 2 ടീച്ചേഴ്സ് ആയിരുന്നു. അപ്പൊ അതിന് ഈ നാട്ടിലെ ഏകദേശം എല്ലാ ആൾക്കാരും നമുക്കറിയാം. പക്ഷെ നമുക്ക് പുറത്തോട്ട് പോലും എല്ലാവരുമായിട്ട് നല്ല ഇതാണ്. എനിക്ക് ആർക്കെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും എല്ലാ കാര്യത്തിനും ഓടി നിൽക്കാന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര വിഷയം. ഏതൊരു പാതിരാത്രിയില് ഒരു പെണ്ണാൾ കൂട്ടി ഇതാക്കി എല്ലാവർക്കും അത്രയും വിശ്വാസമുള്ള ഒരാളായിരുന്നു. അപ്പൊ അതിനകത്തുനിന്ന് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇപ്പോഴത്തെ കാര്യം പണ്ടത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവൻ അങ്ങനെയായിരുന്നു മറ്റേന്ന് വെച്ചാൽ അന്നേരം അറിയില്ല. അതൊന്നും ഞാൻ വിശ്വസിക്കും. ഇപ്പോഴത്തെ ഒരു കാര്യം എനിക്ക് അറിയത്തില്ല. പണ്ട് അവൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഓരോന്നൊക്കെ ഓരോ വഴി കൂടെ ഒക്കെ വരാൻ വേണ്ടി തുടങ്ങി. അതൊന്നും എനിക്ക് അറിയത്തില്ല. കാരണം വെച്ചാൽ ഞാൻ ഇത്ര വർഷം വെച്ചാൽ ഈ 10 വർഷമായിട്ട് ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നെയ്സാന്ന് 2 വർഷമായിട്ടുള്ളൂ. ഇത്രയും വർഷം എനിക്ക് അറിയിക്കുക ഇതാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്നിച്ചു ഞങ്ങൾ എടാ പോടാന്ന് വിളിച്ച് വളർന്നു. കല്യാണത്തിന് ശേഷം നിൽക്കാൻ തന്നെ വിളിക്കാൻ വേണ്ടി തുടങ്ങി തന്നെ. ഞങ്ങൾ ആ അന്നത്തെ കാലത്തേക്ക് എന്തുണ്ടെങ്കിലും എന്നോടൊന്ന് ഷെയർ ചെയ്യും. ഈ ഒരു കാര്യം ഒഴിച്ച് എനിക്ക് എല്ലാ കാര്യങ്ങളോട് ഷെയർ ചെയ്യും. ഹംസയുടെ ആദ്യ ഭാര്യയ്ക്ക് ഇവരുടെ റിലേഷൻ ആക്സെപ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ല. 10 വർഷം പ്രേമിച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇവള് ഇത് ആക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ ഇവളെ ഒഴിവാക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഇവളും കുട്ടികളും അനാഥ ഒഴിവാക്കി അവളെ കറിവേപ്പില പോലെ എടുത്ത് കളയുക തന്നെ ചെയ്യും. പക്ഷെ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലാമെന്ന് വെച്ചാലും കുറച്ചു നാളൊക്കെ സ്വന്തം വീട്ടുകാരായാലും ഉമ്മായാലും അപ്പായാലും ഒക്കെ നോക്കുമായിരിക്കാം. 2 മക്കളുണ്ട്. കുറെ നാള് കഴിയുമ്പോഴത്തെ അത് എല്ലാവർക്കും ഒരു ബാധ്യതയായി മാറുകയും ചെയ്യും. അതുകൊണ്ടായിരിക്കാം ആ പെൺകുട്ടി ഇപ്പോഴും ഒക്കെ സഹിച്ചിട്ട് ഇപ്പോഴും ഇവരുടെ കൂടെ കളിച്ചും ചിരിച്ചും ഒക്കെ അവള് സഹിച്ച് ജീവിക്കുന്നത്. ഒരിക്കലും അവള് പൂർണ്ണമായ മനസ്സോടു കൂടിയിട്ട് ഇങ്ങനെ ജീവിക്കും ഒരിക്കലുമില്ല. 2 ആളും തമ്മിൽ ബിസിനസ് ടൂർ പോയപ്പോൾ 2ാമത്തവൾ തലയിലായതാണ്. നാട്ടുകാർ പരദൂഷണം പറഞ്ഞ് ഞങ്ങൾ അതങ്ങ് സാധിച്ചു കൊടുത്തു. ഏതോ മഹത്തായ കാര്യങ്ങൾ ചെയ്തിട്ട് വന്നിരുന്നത് സംസാരിക്കുന്നത് പോലെയാണ് ഈ വന്നിരുന്ന് സംസാരിക്കുന്നത്. ശരിക്കും ഈ പെണ്ണിന്റെ സ്ഥാനത്ത് ഒരു കുടുംബം കലക്കാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്കോട്ട് 3ാമതൊരുത്തി കടന്നു വരുന്നത്, ആ വരുന്ന അവള് ശരിക്കും അവളുടെ സ്ഥാനത്ത് ഈ അനീസ് ആദ്യ വൈഫിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ചൂലെടുത്ത് ഞാൻ അടിക്കും. തീർച്ചയായിട്ടും ഒക്കെ ചൂലെടുത്ത് ഞാൻ 2 കൊടുത്തിട്ടേ ഞാൻ മാറത്തോളായിരുന്നു. എന്തായാലും ഒരു പെണ്ണിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഈ കേൾക്കുന്നതും ഈ കാണുന്നതും. ഇയാൾക്ക് എങ്ങനെ തോന്നി 10 വർഷം കൊണ്ട് നടന്ന് സ്നേഹിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ച് 8-10 വർഷവും കഴിഞ്ഞപ്പോൾ അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ഇവളെയും ഭാര്യയായിട്ട് സ്വീകരിക്കുകയാണെന്നൊക്കെ പറയുക എന്ന് പറയുന്നത് അയാളുടെ ആ ഒരു മനസ്സിന്റെ ഒരു സ്നേഹവും അതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും കപടതയാണെന്ന്
എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഏത് സാഹചര്യത്തിലും ആയിക്കോട്ടെ, 2 കുഞ്ഞുങ്ങൾ ആ പെണ്ണിനെ ഒക്കെ ഓർത്തിരുന്നെങ്കിൽ ഒരു നല്ല മനുഷ്യനും ഇതൊന്നും ചെയ്യത്തില്ല. എന്നിട്ട് വന്നിരുന്ന് ന്യായീകരിച്ചിട്ട് യാതൊരു കാര്യമില്ല. എന്തായാലും കാലം തെളിയിക്കും. അയാൾക്ക് മനസ്സിലാവും ഈ ഒരു ജീവിതം വമ്പൻ പരാജയമാണ് എന്ന്. ഏറെ താമസിക്കാതെ തന്നെ നമുക്ക് എല്ലാവർക്കും കാണാനും കഴിയുമായിരിക്കും. ആള് ഇതൊന്നും ഫസ്റ്റിലും ഇതൊന്നും അറിഞ്ഞിട്ടില്ല സംഭവം. പിന്നെയാണ് ഇത് ഭയങ്കരമായിട്ട് സംസാരത്തിനിടയായി. അങ്ങനെയാണ് രഞ്ജിമ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ, അന്നേ രഞ്ജിമ എന്ന് പറഞ്ഞാല് അന്നത്തെ ആ പേര്, എന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. ഇതാണ് ഞാൻ എന്താണ് രഞ്ജിമയുടെ വീട് എവിടെയാ? എന്റെ വീട് വന്നിട്ട് ഇവിടെ മാരാരിക്കുളം, കലവൂർ, നമ്മുടെ തീരദേശ ഹൈവേ അല്ലേ, ആ റോഡിലാണ്. അപ്പൊ അങ്ങനെ അവിടെ നിന്നാണ് ഈ സംഭവം തുടർന്ന് വരുന്നത്. പിന്നെ നമ്മൾ തമ്മിൽ ഇതിപ്പം ഒന്ന് സോൾവ് ചെയ്യണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് സംസാരം തുടങ്ങി. ഇതെന്ത് ചെയ്യും, എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, നമുക്കൊരു സൊല്യൂഷൻ വേണമല്ലോ. ഇതിലിപ്പോ നമ്മൾ പെട്ടുപോയി. അങ്ങനെ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ സംസാരം വന്നാണ് അതൊരു പതിയെ പ്രണയമായി മാറിയത്. സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന, കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടിയിരിക്കുന്ന ആണിനോടായാലും പെണ്ണിനോടായാലും എനിക്ക് പറയാനുള്ളത്, നിനക്കൊന്ന് നിൽക്കാൻ വയ്യെങ്കിൽ പോയി മുള്ളുമുരുക്കി കയറുക. അല്ലാതെ പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുകയല്ല വേണ്ടത്. ഒരു മാതാപിതാക്കളും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിടുന്നത് എന്തോരം പ്രതീക്ഷകളോടെ ആയിരിക്കും, എന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നത്. അതിനിടയിലേക്ക് മൂന്നാമതൊരുത്തി തെള്ളിക്കയറി വന്നിട്ട് അവരുടെ ജീവിതം കോഞ്ഞാട്ടെ ആക്കരുത്. അങ്ങനെ ഇനി ആരെങ്കിലും ഒക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉള്ള ഒരു സ്ഥാനമായി പോയി മുള്ളുമുരുക്കി കയറുക. അവരുടെ ജീവിതം, അവരുടെ ലൈഫ് അത് അവർക്ക് വിട്ടുകൊടുക്കുക. അവർ സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ. അവർക്ക് ഇടയിലേക്ക് ഇടിച്ചു കയറാതിരിക്കുക.